നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. തിലകൻ ചേട്ടൻ അജന്താലയും അജിത് കുമാറുമായി സംസാരിച്ച ദൂരദർശനിൽ വന്ന അഭിമുഖത്തിൻ്റെ ഒന്നാം ഭാഗം കണ്ട ഒരുപാട് പേർ ദിനേശേട്ടാ, ദിനേശ് സാറേ, നമ്മൾ കരുതിയിരുന്ന ഒന്നുമല്ല അല്ലേ വാസ്തവത്തിൽ നടന്നത്. പാവമല്ലേ ഈ തിലകൻ ചേട്ടൻ, സ്വപ്ന ജീവിയാണോ? അദ്ദേഹം തോന്നലുകളിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം ഒരു ലിങ്കും ഇല്ല. അപ്പം അദ്ദേഹത്തെ പറ്റിച്ചിരുന്നു, സത്യത്തിൽ അദ്ദേഹത്തെ പറ്റിച്ചിരുന്നു. അമ്പലപ്പുഴയിൽ ഒരു CPI നേതാവുണ്ട്. അയാളാണ് തിലകൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി നാടകങ്ങൾ കളിപ്പിച്ചത്. ബൈപ്പാസൊക്കെ കഴിഞ്ഞ ഒരുപാട് രോഗങ്ങളുള്ള ഒരു മനുഷ്യനെ മലയാള സിനിമയിൽ അഭിനയിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ തട്ടിക്കയറും, ചേട്ടാ വാ ഞാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഒരുപാട് സ്റ്റേജുകളിൽ ഉറക്കം വിളിപ്പിച്ച് ആ മനുഷ്യനെ അകാലത്തിൽ കൊന്നതിലൊരു പങ്ക് ഈ അമ്പലപ്പുഴയിലെ നേതാവിനുണ്ട്. കുറേ കാലം ജീവിച്ചു. ഫെഫ്കയുടെ പേരും പറഞ്ഞു, അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ്റെ പേരും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പേര് പോലും പറയാൻ അറയ്ക്കുന്ന ഈ ഞാൻ പറയുമല്ലോ എപ്പോഴും ബിഗും വച്ച് റോസ് പൗഡറും അടിച്ച് കണ്ണൂരുട്ടി മലയാള സിനിമയിലെ ഏറ്റവും സത്യസന്ധനും ശുദ്ധനും എന്താ പറയുക പച്ചവെള്ളം പോലും ചവച്ച് കുടിക്കുന്നവനുമായ മഹാൻ, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ തിലകൻ ചേട്ടനെ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ആ മിസ്യൂസിൽ തിലകൻ ചേട്ടൻ പെട്ടുപോയി എന്നുള്ളതാണ്. എനിക്ക് വരുന്ന ഫോൺ കോളുകൾ ആലോചിക്കുമ്പോൾ, എന്നോട് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഒരു ഹതഭാഗ്യനായ ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിച്ച ആളായിരുന്നു തിലകൻ ചേട്ടൻ. ഇനി ആരൊക്കെ എന്തൊക്കെ പറയാം, എന്നാൽ ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം നന്നായി ജീവിക്കുകയും ചെയ്തു. അതാണ് ആ ഒരു വലിയ മനുഷ്യൻ്റെ പ്രത്യേകത. ക്യാമറയുടെ മുന്നിൽ നന്നായിട്ട് അദ്ദേഹം ജീവിച്ചു. ബിഹേവിയറിലേ ഉള്ളൂ. സ്റ്റേജ് ആർട്ടിസ്റ്റാണെന്ന് തോന്നിക്കേയില്ലല്ലോ തിലകൻ ചേട്ടൻ. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ നാടകം കൊണ്ടു നടന്ന ആളാണ്. കൃത്രിമ ഗൗരവം, ആരെയും കയറി ചീത്ത വിളിക്കുക, പരസ്യമായി ആര് കണ്ടുകൊണ്ടിരുന്നാലും എനിക്ക് പുല്ലേ മാത്രം എന്ന് പറഞ്ഞ് ബ്രീഫ് കേസ് തുറന്നു വെച്ച് ചാരായം ഒഴിച്ച് കുടിക്കുക, മദ്യം വില കൂടിയ മദ്യം വാങ്ങിച്ചുകൊണ്ട് വെച്ച് കുടിക്കുക, സെറ്റിയിരുന്നു ആരെയും എന്തും പറയുക. അതൊക്കെ ജീവിതത്തിൽ സത്യത്തിൽ തിലകൻ ചേട്ടൻ അഭിനയിച്ചതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തിലകൻ ചേട്ടൻ അന്ന് മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് P&Tയുടെ ഫോണ്, സർക്കാരിൻ്റെ ഫോണേ ഉള്ളൂ. ആ ഫോൺ റെക്കോർഡ് ചെയ്യാവുന്നൊരു സംവിധാനം ഗൾഫിൽ ഇറങ്ങി, വിദേശത്തെവിടെയോ ഇറങ്ങി. ഏതോ ഗൾഫ് യാത്രയ്ക്ക് പോയപ്പോൾ ആ ഒരു കുന്ത്രാട്ടം തിലകൻ ചേട്ടൻ വാങ്ങിച്ചു. എന്നാൽ ഇത് മിണ്ടാതെ വീട്ടിൽ കൊണ്ട് വച്ചേക്കണ്ടേ, കണക്ട് ചെയ്ത് വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതി. ചിത്രഭൂമി വാരികയിൽ അഭിമുഖം കൊടുത്തപ്പോൾ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഇനി എന്നെ ചീത്ത വിളിക്കുന്നവന്മാർക്ക് ശരിക്കും മറുപടി കിട്ടിക്കൊള്ളും, എന്നെ അങ്ങനെ ഇനി പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി അഭിമുഖം കൊടുത്തു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, തിലകൻ ചേട്ടൻ ഏതെങ്കിലും ഒരു പടത്തിന് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ഈ ഫോണ് നിർത്താതെ അടിക്കും. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഈ ഡയൽ ചെയ്ത ആളിന് 3 മിനിറ്റോ എന്തോ കഴിയുമ്പോൾ ഫോൺ എടുക്കാതെ ആകുമ്പോൾ ഒരു മെസ്സേജ് ചെല്ലും, നിങ്ങൾ കേൾക്കുന്നത് തിലകൻ്റെ ശബ്ദമാണ്. തിലകൻ 18-ാം തീയതി മുതൽ അടുത്ത മാസം 10-ാം തീയതി വരെ ഊട്ടിയിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. നിങ്ങൾക്ക് തിലകനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു ബീപ്പ് ശബ്ദത്തിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. തിലകൻ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം മറുപടി പറയേണ്ടതാണെങ്കിൽ പറയും. ബീപ്പ് കേൾക്കും. അപ്പം നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം. ഞാൻ ഈ കാര്യം ആചാര്യൻ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ശ്രീനിവാസനോട് പറഞ്ഞു, ഒരു നർമ്മമായിട്ട് പറഞ്ഞതാണ്. കാരണം ഒരുപാട് പേര് തിലകൻ ചേട്ടനെ അതിൽ വിളിച്ച് പറ്റിക്കുന്നുണ്ട്. അവരെല്ലാവരെയും പറ്റെഴുതുന്നത് തിരുവനന്തപുരത്തുകാരെയാണ്. തിലകൻ ചേട്ടൻ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തലതെറിച്ചവന്മാരാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ശ്രീനിവാസൻ കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ ഉണ്ട്, തിലകൻ ചേട്ടൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ തിലകൻ ചേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയ സമയമാണ്. തിലകൻ ചേട്ടനുണ്ടല്ലോ ആചാര്യനിൽ. ഞങ്ങൾ ഫൈൻ ആർട്സ് കോളേജിൽ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസമാണ്. ശ്രീനിവാസൻ തിലകൻ ചേട്ടൻ്റെ നമ്പർ എൻ്റെ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് വിളിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഈ സംസാരിക്കുന്നത് ഇന്ന ആളാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ
അല്ല, തിലകൻ ചേട്ടൻ ഫ്ലാറ്റിലുള്ളതുകൊണ്ട് തിലകൻ ചേട്ടൻ ഫോൺ എടുത്തു. ശ്രീനിവാസൻ കരുതത് റെക്കോർഡ് ചെയ്യുകയാണെന്നാണ് വിചാരിച്ചത്. കാരണം അതിലാദ്യം അങ്ങനെയാണല്ലോ കേട്ടത്. അപ്പോൾ നിങ്ങൾ ആരുവാ മലയാള സിനിമയിൽ, ഒരു പുല്ലും അല്ലതായി എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു ശ്രീനിവാസ് ചേട്ടൻ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഊണ് കഴിഞ്ഞ് റസ്റ്റൊക്കെ എടുത്തിട്ട് തിലകൻ ചേട്ടൻ ലൊക്കേഷനിലേക്ക് എത്തി, കാർ ഓടിച്ചെത്തി. പ്രീമിയർ 118 എന്ന് പറഞ്ഞ വണ്ടിയാണ്. വന്നിറങ്ങുമ്പോൾ കടന്ത കുത്തിയതുപോലെ മുഖം ഇരിക്കുക, ആരുടെയും അടുത്തിരിക്കാതെ അപ്പുറത്തോട്ട് മാറിയിരുന്നു. ചിന്നിച്ചേട്ടൻ ചോദിച്ചു, എന്താണ് ഊണിൻ്റെ കറികളൊന്നും കൊള്ളൂലേ? കൊള്ളാം. വയറ് നിറച്ച് കഴിച്ചില്ലേ? കഴിച്ചു. പിന്നെന്താണ് മുഖത്തൊരു വൈക്ലഭ്യം? ഒന്നുമില്ല. എന്തുകൊണ്ട്? തിരുവനന്തപുരത്ത് ഏതോ തന്തയ്ക്ക് പറക്കാത്തവൻ എന്നെ ഇപ്പോൾ ഫോണിൽ വിളിച്ചു. എന്നിട്ട് എൻ്റെ വീട്ടിലൊരു റെക്കോർഡിംഗ് മെഷീനുണ്ട്. ആ റെക്കോർഡിംഗ് മെഷീനിലാണ് റെക്കോർഡാവുകയാണെന്നാണ് വിചാരിച്ചത്. ഞാൻ നേരിട്ട് എടുക്കുമെന്ന് വിചാരിച്ചില്ല അവൻ. എന്നിട്ട് എന്നെ കുറേ തെറി പറഞ്ഞു. എന്നിട്ട് ഞാനും ശരിക്ക് തെറി അങ്ങോട്ട് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞോ തെറി എന്ന് ചോദിച്ചു. കാരണം തിലകൻ ചേട്ടൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ശ്രീനിവാസ്. ഉറപ്പുള്ളതുകൊണ്ടാണ് കേൾക്കണേ. അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ തെറി പറഞ്ഞോ? എന്താ എനിക്ക് പേടി? എനിക്കൊരുത്തിനും പേടിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, തെറി ഇഷ്ടം പോലെ പറഞ്ഞു. അവൻ എന്നെ പറഞ്ഞ എൻ്റെ 5 ഇരട്ടി പറഞ്ഞു. ഒന്നും മിണ്ടാതെ അത് ശരി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ഈ ഫോണൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? അത് ഞാൻ ചിത്രഭൂമിക്ക് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞു. ആരെങ്കിലും പറയുമോ എൻ്റെ വീട്ടിൽ ഇന്നത് 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 എല്ലാം ഉണ്ടെന്ന് പറയുന്നതല്ലേ അബദ്ധം? അല്ലെങ്കിൽ അതവിടെ മിണ്ടാതിരിക്കില്ലായിരുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് തിലകൻ ചേട്ടൻ എന്തൊക്കെയോ പറയുന്നു ഭാവനയിൽ നിന്ന്. പാവം, തോന്നലുകളിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. നമസ്കാരം. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച കേട്ടതിൻ്റെ ബാക്കിയാണ്. തിലകൻ ചേട്ടനുമായിട്ട് ദൂരദർശന് വേണ്ടി അജന്താലയം അജിത് കുമാർ എന്ന് പറഞ്ഞ പ്രശസ്തനായ പത്രപ്രവർത്തകൻ നടത്തിയ അഭിമുഖത്തിലെ 2ാം ഭാഗമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ജാതീയമായി ഞാനൊരു ശ്രീനാരായണീയനാണ്, എന്നെ നായന്മാരെല്ലാം കൂടെ ഒതുക്കാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ മീറ്റിംഗ് കൂടി എന്നെ MGR വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതാണല്ലോ നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന്. എന്തായാലും ചോദിച്ചു, അമ്മ സംരക്ഷിക്കുന്നത് ആരുടെ താല്പര്യമാണ്? അമ്മ സംരക്ഷിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ താല്പര്യങ്ങളാണ്. മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ അവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. തിലകനെ വരെ പുറത്താക്കി. പിന്നെയാണ് നിങ്ങൾ, തിലകൻ വലിയ നടനാണ് എന്ന് പറഞ്ഞ് പരത്തിയതോടെ എൻ്റെ നാശം തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നു. തിലകൻ വലിയ നടൻ തന്നെയാണ്, പക്ഷേ അതാരാ പറഞ്ഞു പരത്തിയത്? അതുകൊണ്ട് അവർക്ക് എന്താണ് ഗുണം എന്ന് തിലകൻ ചേട്ടൻ ആലോചിക്കുന്നില്ല. തിലകൻ വലിയ നടനാണെന്ന് പറഞ്ഞാൽ തിലകൻ ചേട്ടൻ നാശമാണ് എങ്ങനെ? സാധാരണ സൂപ്പർ താരങ്ങൾ തമ്മിൽ യോജിക്കാറില്ല. ഇക്കാര്യത്തിൽ, അതായത് തിലകനെ ഒതുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അവർ യോജിക്കുന്നത്. സൂപ്പർ താരങ്ങൾ തമ്മിൽ മത്സരമാണ്. അത് ഫാൻസിനെ വെച്ചുകൊണ്ടുള്ള യുദ്ധമാണ്. ഒരു സൂപ്പർ താരം വന്നാൽ ഫാൻസുകാർ കൂകും, മറ്റേയാൾ വന്നാൽ കൈയടിക്കും. ചിലപ്പോൾ പാലഭിഷേകം, മറ്റ് ചിലപ്പോൾ നെയ്യഭിഷേകം. സുബ്രഹ്മണ്യനും അയ്യപ്പനും ഒക്കെ ആയിട്ടാണ് സൂപ്പർ താരങ്ങളെ ഇവർ കരുതുന്നത്. സൂപ്പർ താരങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ യോജിച്ച് അഭിനയിക്കുകയാണ്. അപ്പോൾ എനിക്ക് തിലകൻ ചേട്ടനോട് ചോദിക്കാനുള്ളത്, സൂപ്പർ താരങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നതാണ് പുള്ളിക്ക് വിഷമം. പിന്നെന്താ വേണ്ടത് തിലകൻ ചേട്ടാ എന്ന് ചോദിക്കേണ്ടതാണ്. പരസ്പരം കണ്ടാൽ മിണ്ടരുത്, അനാരോഗ്യകരമായ സ്പർദ്ധ വളർത്തണം എന്നൊക്കെയാണോ എന്ന് അജന്താലയത്തിന് ചോദിക്കാമായിരുന്നു. പക്ഷേ അജന്താലയം ചോദിച്ചില്ല.
ഈ സൂപ്പർ താരങ്ങളെ ജീവിതത്തിൽ അഭിനയമാണോ? ജീവിതത്തിൽ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ അഭിനയിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. തെറ്റാണ്, 100% ആ നിരീക്ഷണം തെറ്റാണ്. ജീവിതത്തിൽ നല്ല നടനാണ് തിലകൻ ചേട്ടൻ. സിനിമയിലാണെങ്കിൽ അദ്ദേഹം അഭിനയിക്കില്ല, നന്നായിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ തുറന്നു പറച്ചില്ല, പലതും വൺ വേ ആയിരുന്നു. ജീവിതത്തിൽ അഭിനയത്തിന് സത്യസന്ധമായി തിലകൻ ചേട്ടൻ സ്വയം മാർക്കിട്ടാൽ പാസ് മാർക്ക് പോലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഈ മമ്മൂട്ടിയോട് ഇത്ര വിരോധം? മമ്മൂട്ടിയോട് പലർക്കും വിരോധമുണ്ട്. സുരേഷ് ഗോപിക്ക്, മരിച്ചുപോയ മുരളിക്ക്, ഇവർക്കൊക്കെ വിരോധമുണ്ട്. രണ്ടുപേരും എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപി പഴശ്ശിരാജയിൽ അഭിനയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സുരേഷ് ഗോപി തുറന്നു പറയണം. എനിക്കതിൽ പറയാനുള്ളത്, ഒരു വടക്കൻ വീരഗാഥയുടെ കാസ്റ്റിംഗ് സമയത്ത് സുരേഷ് ഗോപി ചെയ്ത ആരോമൽ ചേകവരുടെ വേഷം തൻ്റെ സുഹൃത്തായ രതീഷിന് നൽകാമോ എന്ന് മമ്മൂട്ടി ഹരിഹരൻ സാറിനോട് ചോദിച്ചു. തൃഷ്ണ അടക്കം തുടക്കകാലത്ത് മമ്മൂട്ടിയെ സഹായിച്ച സുഹൃത്താണ് രതീഷ്. ഈ വേഷം സുരേഷ് ഗോപിക്ക് കൊടുത്തുപോയി എന്ന് സംവിധായകൻ പറഞ്ഞു. പക്ഷേ ഇതറിഞ്ഞിടം മുതൽ സുരേഷ് ഗോപി പരസ്യമായി കാണുമ്പോൾ സ്നേഹവും, കാണാത്തപ്പോൾ മോശം പരാമർശങ്ങളും പറയുന്നത് എന്താണെന്ന് പലരിൽ നിന്നും എനിക്കറിയാവുന്ന സംഗതി അതാണ്. സുരേഷ് ഗോപി മമ്മൂട്ടിയെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. വീട് വെച്ചപ്പോൾ പോലും പ്ലാനൊക്കെ വരച്ചിട്ട് അത് കെട്ടി ഓരോ ഘട്ടം എത്തുമ്പോഴും മമ്മൂട്ടിയെ വീട്ടിൽ വിളിച്ചോണ്ട് ഈ ശാസ്ത്രകാലത്തെ വീട്ടിൽ വിളിച്ച് വീടിൻ്റെ പുരോഗതി നടക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. മമ്മൂട്ടിയുടെ സജഷൻ കേൾക്കുമായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയെ വെട്ടി രതീഷിന് കൊടുക്കാമോ എന്നല്ല ചോദിച്ചത്. ഇങ്ങനെ രതീഷ് വെറുതെ ഇരിക്കുകയാണ്, അവൻ ഈ വേഷം കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹരൻ സാർ പറഞ്ഞു അത് സുരേഷ് ഗോപിക്ക് ഫിക്സ് ചെയ്തു പോയി. അവിടെ ആ ചാപ്റ്റർ അവസാനിച്ചു. പക്ഷേ എനിക്ക് വച്ചിരുന്ന വേഷം രതീഷിന് വേണ്ടി കളിച്ചല്ലോ എന്നുള്ളൊരു പക സുരേഷ് ഗോപി ഒരുപാട് കാലം കൊണ്ട് നടന്നിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് പോലും, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പോലും ഭാര്യാസമേതനായി മമ്മൂട്ടി ഗുരുവായൂരിൽ ചെന്നിരുന്നു. അതിനു മുന്നേ തിലകൻ മൺമറഞ്ഞു പോയി എന്നുള്ളതാണ് ആകെയുള്ള ഒരു പ്രശ്നം. അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ അത് കാണാമായിരുന്നു. താങ്കൾക്ക് എന്താണ് മമ്മൂട്ടിയോട് വിരോധത്തിനുള്ള കാരണം? ഒരു ഉദാഹരണം പറയാം. തച്ചിലടത്ത് ചുണ്ടൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ എൻ്റെ ഡേറ്റിലാണ് ചെന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. ഞാൻ വരുന്ന വശത്തേക്ക് നോക്കിയതേ ഇല്ല. ഞാനും മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേട്ടാ ഈ പടത്തിൽ ചേട്ടൻ്റെ ഡേറ്റ് എന്നാണ്? ഞാൻ തിരിച്ചു ചോദിച്ചു, മരണ ഡേറ്റാണോ അതോ ജനന ഡേറ്റോ? അല്ല, ഈ പടത്തിൻ്റെ. അത് തമ്പി കണ്ണന്താനമാണ് പ്രൊഡ്യൂസർ, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ. അല്ല, അപ്പോൾ ചേട്ടൻ അറിഞ്ഞൂടെ ചേട്ടൻ്റെ ഡേറ്റ്? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങൾ അഭിനയിക്കാൻ പോവുക, അത് ചെയ്താൽ മതി. എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അതല്ല, ഞാനിവിടെ 3-4 ദിവസമായി വെയിറ്റിങ്ങിലാണ് ചേട്ടന് വേണ്ടി എന്ന് ആയി മമ്മൂട്ടി. എന്താ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? കാശല്ലേ വാങ്ങിക്കുന്നത്, ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആരുതില്ല ചേട്ടൻ പറയുക. അല്ല, നിങ്ങൾക്ക് സമയത്ത് വന്നാൽ എന്താ പ്രശ്നം എന്നായി മമ്മൂട്ടി. ഞാൻ പറഞ്ഞു, എൻ്റെ സമയം എപ്പോഴാണ് എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സമയത്താണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസറോട് പോയി ചോദിക്കൂ. കുറേ ഫാൻസിനെ വച്ചിട്ട് തിലകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തണ്ട, മമ്മൂട്ടിയോട് പറയാം. ഇവിടെ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, ഭദ്രേട്ടൻ്റെ സ്പടികം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ദിവസങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ക്യാമറാമാൻ കുമാറായിരുന്നു. ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് തിലകൻ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അസിസ്റ്റന്റ് ഡയറക്ടർ തിലകൻ ചേട്ടനെ വിളിക്കാൻ ചെന്നപ്പോൾ അവിടെ എല്ലാം റെഡി ആണോ എന്ന് ചോദിച്ചു. എല്ലാം റെഡിയാണ് കേട്ടോ, ഭദ്ര സാർ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കാൻ വന്നത്. ആണല്ലോ, ആണ്. ഇദ്ദേഹം എണീറ്റ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച,
മേളിൽ കെട്ടിയിരുന്ന 2 ലൈറ്റ് അഴിച്ചു മാറ്റുകയാണ് കുമാർ പറഞ്ഞിട്ട്. ആ ലൈറ്റ് ഇവിടെ വൈ എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നു. തിലകൻ ചേട്ടൻ ഷാർപ്പായിട്ട് ഈ വിളിക്കാൻ ചെന്ന അസിസ്റ്റൻ്റ് ഡയറക്ടറെ നോക്കി. അയാളൊന്നും മിണ്ടില്ല, അയാൾ നിരപരാധിയാണല്ലോ. ഷോട്ട് കഴിഞ്ഞു. തിരിച്ച് സീറ്റിലേക്ക് പോകാൻ നേരത്തെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറെ കൊണ്ട് വിളിച്ചോണ്ടേ, അസോസിയേറ്റ് ഡയറക്ടർ. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ റെഡിയായോ എന്ന്. അതെ, അവിടെ വന്നപ്പോൾ റെഡി അല്ലല്ലോ. അതെൻ്റെ കുറ്റമല്ല, എന്നോട് സംവിധായകൻ വിളിക്കാൻ പറഞ്ഞു. അതിന് ശേഷം ക്യാമറമാൻ ലൈറ്റ് മാറ്റിയത് എൻ്റെ പ്രശ്നമല്ല. എനിക്ക് നിൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ? നിൻ്റെ അച്ഛനെയാണെങ്കിൽ നീ ഇതുപോലെ വിളിച്ചുകൊണ്ട് നിർത്തുമോ? എൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചുകൊണ്ട് നിർത്തില്ല, വയസ്സായി. ഞാൻ ആ അച്ഛന് വയസ്സായതുകൊണ്ട് വീട്ടിലിരുത്തി കൃത്യമായിട്ട് മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ചേട്ടൻ്റെ മക്കൾ ചേട്ടനോട് അങ്ങനെ ചെയ്യാത്തതിന് ഞാനും തോന്നുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ എന്ന് ആലോചിച്ചോക്കണം. ആ തിലകൻ ചേട്ടൻ പറയുകയാണ്. അപ്പോൾ അന്ന് വേണമെങ്കിൽ ആ അസിസ്റ്റൻ്റ് ഡയറക്ടർക്ക് ചോദിച്ചൂടെ, നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടല്ലേ ഇവിടെ അഭിനയിക്കാൻ വന്നേ? അപ്പം നിങ്ങൾ ചിലപ്പം വരേണ്ടി വരും, ചിലപ്പോൾ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോൾ നിൽക്കേണ്ടി വരും, അത് കഴിഞ്ഞ് പോയി ഇരിക്കേണ്ടി വരും, വീണ്ടും വരേണ്ടി വരും എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? മമ്മൂട്ടിയോട് ഇദ്ദേഹം ചോദിച്ചാൽ അതേ ചോദ്യം വേണമെങ്കിൽ തിരിച്ച് ചോദിക്കാം. പക്ഷേ ഈ പറയുന്ന തിലകൻ ചേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയെ പോലൊരാൾ ഫാൻസുകാരെ കൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അവന് വേണ്ടി കോൺഗ്രസ്സിലെന്ന് പറയുന്ന കുറേ കൂതറ ചെറുപ്പക്കാർ, ആ പീഡനം അനുഭവിച്ച പെൺകുട്ടിയെ അടക്കം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഭിപ്രായം പറയുന്ന കോൺഗ്രസ്സിലെ വനിതാ നേതാക്കളെ വിളിക്കുന്ന തളകി വിളി നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അങ്ങനെയാണോ? ആരെങ്കിലുമൊക്കെ തിലകൻ ചേട്ടൻ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ഫോണുള്ളതുകൊണ്ട് കയറി വിളിച്ചിരിക്കാം. കൂടുതൽ ഊതല്ലേ മമ്മൂട്ടിയെ എന്ന് ചോദിച്ചിരിക്കുക. അത് മമ്മൂട്ടി എന്ത് പിഴച്ചു എന്നാണ് എനിക്ക് തിലകൻ ചേട്ടനോട് ചോദിക്കാനുള്ളത്. അന്ന് പോലീസിൽ കേസ് കൊടുത്തില്ലേ എന്നാൽ അഴിന്താലേ? ആലപ്പുഴയിൽ കേസ് കൊടുത്തിരുന്നു. സൈബർ സെല്ലിന് വിട്ടു എന്ന് പോലീസ് എന്നോട് പറഞ്ഞു. അബുദാബിയിലെ ഒരു പബ്ലിക് ബൂത്തിൽ നിന്നാണ് വിളിച്ചത്, ഒരു മുസ്ലിമാണ്. അതെങ്ങനെ അതിൽ മുസ്ലിം എന്ന് എഴുതി കാണിച്ചെന്ന് എനിക്കറിയില്ല. അബുദാബിയിലെ പബ്ലിക് ബൂത്തിൽ നിന്ന് വിളിച്ചാൽ മുസ്ലിം എന്ന് എഴുതി കാണിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് മമ്മൂട്ടിയുടെ പ്രേരണയാണ് എന്ന് കരുതിയോ? അതുകൊണ്ടല്ല, മമ്മൂട്ടി ഫാൻസിൻ്റെ ആളാണ് എന്ന് അയാൾ എന്നോട് പറഞ്ഞിരുന്നു. ജാതി പറയേണ്ടി വന്നാൽ ഞാൻ പറയും. ഒരാവശ്യമില്ലാതെ പറയാണ്, ജാതി പറയേണ്ടി വന്നാൽ ഞാൻ പറയും. ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഇത് പറഞ്ഞിട്ടുണ്ട്. ഏത് ജാതി പറയാൻ? ഇതിന് അഭിപ്രായം പറയുന്നില്ല എന്നായി. വെള്ളാപ്പള്ളി നടേശന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അതെന്തായാലും. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ഇഷ്ടമാണെന്നോ ഇഷ്ടമല്ല എന്നോ പുള്ളി പറയുന്നില്ല. മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ താങ്കൾ സൗമ്യനാണ്, എന്താണ് കാര്യം? മമ്മൂട്ടിയെ പോലെ മോശമായി മോഹൻലാൽ പെരുമാറിയിട്ടില്ല. നീതിയുക്തമായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ പറഞ്ഞു പലതും ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വസിക്കാൻ എൻ്റെ കയ്യിൽ തെളിവില്ല. എന്താണ് പറഞ്ഞു കേട്ടത്? തിലകനെ പല പടങ്ങളിൽ നിന്നും കട്ട് ചെയ്തു മോഹൻലാൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഉടയോൻ എന്ന ചിത്രത്തിൻ്റെ ബ്രോഷർ ഇരിപ്പുണ്ട്. അതിലെ മോഹൻലാൽ തിലകൻ എന്നാണ് വച്ചിരിക്കുന്നത്. അതിൽ ഞാനുണ്ടായില്ല. കാരണം എനിക്കറിയില്ല. അതിന് ഇപ്പോഴും എൻ്റെ കയ്യിൽ തെളിവില്ല. അമ്മയുടെ ജനറൽ സെക്രട്ടറി അല്ലേ മോഹൻലാൽ? അപ്പോൾ പുറത്താക്കിയതിൽ ലാലിന് ഒരു പങ്കില്ലേ? അന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലല്ലോ. 3 കൊല്ലമല്ലേ ഈ സ്ഥാനമുള്ളൂ. ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി അല്ലേ? എന്നെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ എല്ലാവരും യോജിച്ചു, മോഹൻലാലും. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വാർത്തയിൽ നിന്നാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്നും മാറ്റിയത് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ നിർമ്മാതാവ് സുബൈറിനെ വിളിച്ചു. സുബൈർ പറഞ്ഞത്, എനിക്കിപ്പോഴും ചേട്ടൻ ചെയ്യണമെന്നാണ് ആഗ്രഹം, പക്ഷേ ഫിഫ്ക സമ്മതിക്കുന്നില്ല. ഉണ്ണികൃഷ്ണനാണ് വിളിച്ചു പറഞ്ഞത്, മറ്റേ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിച്ച തിലകനെയും മറ്റ് നടീനടന്മാരെയും ഇനി മലയാള സിനിമയിൽ അഭിനയിപ്പിക്കേണ്ട എന്ന് ഒരു സൂപ്പർ താരം പറഞ്ഞു. സൂപ്പർ താരം ആരാണെന്ന് ചോദിച്ചു. അതെന്നോട് ചോദിക്കരുത്. ഇങ്ങനെയാണ് സുബൈർ എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഇംഗ്ലീഷ് പടത്തിൽ നിന്നും എന്നെ പുറത്താക്കിയത്. അതിൻ്റെ പിന്നിലും ഇതേ സൂപ്പർ താരമാണ്. ഇംഗ്ലീഷ് പടത്തിൻ്റെ ഡയറക്ടർ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പടത്തിന് 2 ഓസ്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് കഥയ്ക്കും മറ്റൊന്ന് തിലകൻ ചേട്ടനും.
സോഹൻ റോയി ആണല്ലോ ഈ ഇംഗ്ലീഷ് പടം എന്ന് പറയുന്ന ഡാം 999 എടുത്തത്. ആ ചിത്രത്തെ പറ്റിയാണ് ചേട്ടൻ ഈ പറയുന്നത്, വിദേശ പടം. കിലുക്കത്തിൽ രേവതി പറഞ്ഞ ആനയും വന്നില്ല പുലിയും വന്നില്ല എന്ന് പറഞ്ഞ കണക്ക് ഒരു ഓസ്കാറും അതുവഴിയെ പോയില്ല. തിലകൻ ചേട്ടൻ നൽകാനിരുന്ന വേഷം രജിത് കപൂറാണ് ചെയ്തത്. ശങ്കരൻ എന്ന താന്ത്രിക വിദ്യകൾ പഠിച്ച യോഗി വര്യൻ്റെ വേഷം തിലകൻ ചേട്ടൻ ചെയ്താൽ ഇത്രയും നന്നാവില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് രജിത് കപൂർ ചെയ്തത് എന്നാണ് 2 പ്രാവശ്യം ഡാം 999 കണ്ടിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്. ഓസ്കാർ നോമിനേഷനെ പറ്റിയൊക്കെ കുറച്ചെങ്കിലും അറിയാവുന്നവർ കഥയും അഭിനയത്തിനും അവാർഡ് പ്രതീക്ഷിക്കില്ല. നമ്മുടെ ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സിനിമയൊന്നും അതിൻ്റെ 7 അയലത്തെത്തില്ലെന്നേ. അപ്പോൾ വീണ്ടും എന്തായാലും ചോദിച്ചു, സാംസ്കാരിക വകുപ്പ് മന്ത്രി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എൻ്റെ സുഹൃത്തും കൂടിയാണ്. സാംസ്കാരിക മന്ത്രി ഇടപെടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ടൂറിലാണ്, പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് പറയാം, അദ്ദേഹം ഗവൺമെൻറ്റിനെ അറിയിക്കും, വേണ്ടത് ചെയ്യും എന്നാണ്. യാതൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് താങ്കൾ CPIയിൽ ചെന്ന് ചേർന്നത്? CPIയുടെ കയ്യിൽ ഞാൻ പെട്ടിട്ടില്ല. പിന്തുണ തരുന്ന എല്ലാവരുടെയും കൂടെ ഞാനുണ്ട്. എനിക്ക് യൂത്ത് കോൺഗ്രസ്, PDP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെല്ലാം പിന്തുണ തരുന്നുണ്ട്. CPM ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടു. കാരണം ഞാൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ നിന്നാണ്. താങ്കളോടൊപ്പം നിന്നവരെ പിഴുതെടുക്കുന്നതിന് ശ്രമം നടന്നിട്ടുണ്ടോ? നടന്നതായിട്ട് അറിയില്ല. പിഴുതെറിയാൻ ശ്രമം നടന്നിരിക്കാം. എൻ്റെ പക്ഷത്ത് നീതിയുണ്ട്, അതുകൊണ്ട് പിഴുതെറിയൽ നടക്കില്ല. മറ്റേ സംവിധായകനുമായി വേറെ അടുപ്പമുണ്ടെന്ന് ആക്ഷേപിക്കുന്നുള്ള ഈ മറ്റേ സംവിധായകൻ ആരെന്നറിയാം? റോസ് പൗഡറും ബിഗും ഉണ്ടക്കണ്ണും. അപ്പോൾ അയാളുമായിട്ടുള്ള അടുപ്പം വേറെ ചിലതാണെന്ന് ആക്ഷേപിക്കുന്നുണ്ടല്ലോ എന്നായി ഐസ്കുമാർ. അത് താങ്കൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. താങ്കളും ഞാനുമായിട്ടുള്ള ബന്ധമാണ് ആ സംവിധായകനോടും ഉള്ള ബന്ധം. താങ്കളെക്കാൾ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ 1-ലധികം സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചു എന്ന കാരണത്താലാണ് എന്നെ വിലക്കിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, തിലകൻ ചേട്ടൻ്റെ മക്കൾ ഈ മഹാനായ സംവിധായകൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുമില്ല എന്നുകൂടി ഓർക്കണം. അച്ഛൻ അഭിനയിച്ചെങ്കിലും മക്കൾ അഭിനയിച്ചിട്ടില്ല. മമ്മൂട്ടിയോടുള്ള വിരോധത്തിന് കാരണം താങ്കൾ സെറ്റുകളിൽ സഹായിയായി സ്ത്രീകളെ കൊണ്ടുപോകുന്നത് മമ്മൂട്ടി വിലക്കി, അതാണോ കാര്യം? അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഈ മമ്മൂട്ടി ആവശ്യമില്ലാത്തതിലെല്ലാം ഇടപെടും. ഞാൻ വർക്ക് ചെയ്ത സുഹൃതം എന്ന് പറഞ്ഞ സിനിമയിൽ 2 നായികമാരാണല്ലോ. അതിലൊരു നായികയ്ക്ക് അക്കാലത്ത് ഭർത്താവുമായിട്ട് ഡൈവേഴ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വേറൊരു നടനുമായിട്ട് ഭയങ്കര പ്രേമമായി. അയാൾ കെട്ടും എന്ന് വാക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗിൽ എടുക്കണം. അപ്പോൾ മമ്മൂട്ടിയുടെ അടക്കമുള്ളവരോട് 6 മണിക്ക് വരണമെന്ന് പറഞ്ഞു. എല്ലാവരും വരാമെന്ന് പറഞ്ഞു. കൃത്യം 5:55 പുലി എത്തി. അന്ന് കാരവേനൊന്നും ഇല്ലല്ലോ. പുലി എത്തി, മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടിരുന്നു. 6 എന്നുള്ളത് 7 ആയി, 7 8 ആയി, 8 9 ആയി, 9 10 ആയി. നായിക കാണാനില്ല. നായിക മറ്റേ നടൻ്റെ കൂടെ ഇവിടെ കറങ്ങാൻ പോയിരിക്കുക. 10:30 മണിയോ എന്തോ ആയപ്പോൾ നായിക വന്നിറങ്ങി കാറിൽ. അപ്പോൾ ഈ 3.5 മണിക്കൂർ മമ്മൂക്ക തെറി വിളിച്ച് കണ്ണ പിടിക്കുകയായിരുന്നു. എനിക്കിതിൽ ക്യാമറയുടെ മുന്നിൽ പറയാൻ പറ്റില്ല. ആ സ്ത്രീ അതുവരെ അത് കേട്ടിരിക്കില്ല, അങ്ങനെ തെറി വിളിക്കുകയായിരുന്നു. കാരണം അവരൊരു മാന്യായ സ്ത്രീയായിരുന്നു. പക്ഷേ അവരെ പറഞ്ഞുണ്ടല്ലോ, കൊണ്ടുപോയ നടൻ്റെ മതം വരെ അതിൽ ഉൾപ്പെടുത്തിയാണ് തെറി വിളിക്കുന്നത്. 10:30 മണിയായപ്പോൾ അവരെത്തി. ഞാൻ നേരെ കാറിനടുത്തേക്ക് ചെന്നു. അവരെന്നോട് ചോദിച്ചു, മമ്മൂക്ക വന്നോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, കൃത്യം 6 മണിക്ക് പുള്ളി വന്നു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 3.5 മണിക്കൂർ നേരമായിട്ട് നിങ്ങളെ ജീവിതത്തിൽ ആരും വിളിക്കാത്ത തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നമാവൂ? അതൊന്നും എനിക്കറിയില്ല. അവർ ഒന്ന് വരണ്ടു, അകത്ത് പോയി മേക്കപ്പ് ചെയ്തു, ഒന്നും അറിയാതെ ക്യാമറയുടെ മുന്നിൽ വന്നു. ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ, ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഇടപെടുന്ന ഒരാൾ തന്നെയാണ് മമ്മൂക്ക. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ സ്ത്രീകളെ സെറ്റിൽ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണോ മമ്മൂട്ടിക്ക് പക എന്ന് ചോദിച്ചപ്പം തിലകൻ ചേട്ടൻ പറയുന്നത്, സഹായികളായി സ്ത്രീകളെ കൊണ്ടുപോകുന്നതിൽ എന്താണ് തെറ്റ്? മമ്മൂട്ടിക്ക് എന്താണ് ചൊറിച്ചിൽ?
നടക്കാൻ ബുദ്ധിമുട്ടുള്ള എനിക്ക് സഹായിയില്ലാതെ പറ്റില്ല. ദ്രോണയിൽ എൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഫാദർ KSRTCയിൽ ഡ്രൈവറായിരുന്നു. അയാൾ മരിച്ചുപോയി. അയാളുടെ പെൻഷൻ KSRTC തടഞ്ഞു വച്ചു. അതിനുവേണ്ടി ആ കുട്ടി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, സാറേ, സാറിൻ്റെ സുഹൃത്തല്ലേ ഗണേഷ് കുമാർ, അദ്ദേഹത്തോട് എൻ്റെ കാര്യം പറയണം. അന്ന് ഗണേഷ് കുമാർ മന്ത്രിയാണ് ട്രാൻസ്പോർട്ടിൻ്റെ. ഞാനൊരു കത്ത് കൊടുത്തയച്ചു. അത് ഗണേഷ് കുമാറിന് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പെൻഷൻ ആ കുട്ടിക്ക് കിട്ടിത്തുടങ്ങി. ആലോചിച്ചു, നേരത്തെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ തുടക്കത്തിൽ ഗണേശനെ പറഞ്ഞ് എന്തൊക്കെ തെറിയെന്ന് ആലോചിച്ചു. എന്നിട്ട് ആ തിലകൻ തന്നെ ഗണേശന് കത്ത് കൊടുത്തയച്ചു, ശുപാർശ കത്ത്. ഗണേശൻ നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്തു. അതാണ് എന്താ പറയുക, തിലകൻ ചേട്ടൻ്റെ സ്വഭാവം എന്ന് പറയാം. ഗണേഷ് കുമാർ മുലകുടി മാറാത്തവൻ, ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയമുള്ളവൻ, മന്ത്രിയാകാൻ പക്വതയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ അതേ ഇൻ്റർവ്യൂവിലാണ് ഗണേശന് കത്തെഴുതി കൊടുത്തു വിട്ടതും പെൻഷൻ അനുവദിച്ചതും ഒക്കെ തിലകൻ ചേട്ടൻ പറയും. പെൻഷൻ കിട്ടി തുടങ്ങിയപ്പോൾ ആ കുട്ടി പിന്നെ വരാതായി. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂറും ഞാൻ കിടപ്പിലാണ്. മമ്മൂട്ടിക്കുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. മനസ്സിൽ വിഷമുള്ളവരെ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇതൊക്കെ ചീപ്പായിട്ടുള്ള ആരോപണമാണ്. അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കും അമ്മയിൽ നിന്ന് എന്നെ പുറത്താക്കണോ. അന്ന് അമ്മ മീറ്റിങ്ങിലൊന്നും മമ്മൂട്ടിയില്ല. എന്നിട്ട് പുള്ളി പറയുന്നത് അയാളുടെ മനസ്സ് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പെമ്പിളരെ കൊണ്ട് കിടക്കുന്നത്, പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തതെന്നാണ്. അമ്മയിൽ നീതികേട് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എതിർക്കും. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്നും ഇംഗ്ലീഷ് പടത്തിൽ നിന്നും പുറത്താക്കിയതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും അമ്മ ഇതേവരെ നടത്തിയിട്ടില്ല. എൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ്. ഡാം 999 എന്ന് പറഞ്ഞ പടത്തിൽ എഗ്രിമെൻ്റ് വെച്ച ശേഷമാണല്ലോ ഫെഫ്ക തടയുന്നത്, അഭിനയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ അയാളെ വെച്ച് അഭിനയിപ്പിച്ചോ, പക്ഷേ ലൈറ്റോ ക്യാമറയോ ഒരു ടെക്നീഷ്യന്മാരെയും ഫെഫ്ക തരില്ല എന്നേ പറഞ്ഞു. ഫെഫ്ക അതിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാക്കില്ല. അങ്ങനെയാണല്ലോ മാറ്റിയത്. പക്ഷേ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ പ്രതിഫലം പറഞ്ഞിരുന്നോ മുഴുവൻ പൈസയും കൊടുത്തിട്ടാണ് സോഹൻ റോയ് അദ്ദേഹത്തെ പടത്തിൽ നിന്ന് മാറ്റിയത്. അത് ഒരിടത്തും തിലകൻ ചേട്ടൻ പറയില്ല. താങ്കൾ സെറ്റിൽ മദ്യപിക്കുമോ? മദ്യപിക്കും. മമ്മൂട്ടി കണ്ടിട്ടുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുത്ത മദ്യം കഴിച്ചിട്ടുള്ള ആളാണ് മമ്മൂട്ടി. അല്ലെന്ന് അദ്ദേഹം പറയട്ടെ. ഒരു പെഗ് ഞാൻ ഊണ് കഴിക്കുമ്പോൾ കഴിക്കും. അതിലെന്താണ് കുഴപ്പം? സത്യം പറഞ്ഞാൽ ഒന്നുമല്ല, രണ്ടുമല്ല, മൂന്നുമല്ല, ഞാൻ സാക്ഷിയാണ്. ബെൻഡൻ ഡാനിയലിൻ്റെ സെറ്റിൽ ഈ ഹർമോണിയപ്പെട്ടി വല്ല നല്ല തോലിലുണ്ടാക്കിയ ബ്രീഫ് കേസ് മടിയിൽ തുറന്നു വെച്ചു. എന്നിട്ട് ആരും കാണുന്നതും പുള്ളിക്ക് പ്രശ്നമില്ല. കട ഗ്ലാസ്സിലൊഴിച്ചു, വെള്ളം ഒഴിച്ചു, കുടിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ബൈപ്പാസ് കഴിഞ്ഞ ആളല്ലേ, അതിന് ഇതൊക്കെ കഴിക്കാമോ? ഡോക്ടറാണ് എന്നെ അഡ്വൈസ് ചെയ്തത്, ആഹാരം കഴിക്കുമ്പോൾ ഒരു പെഗ് കഴിക്കാമോ. ഇതിപ്പോൾ കഴിച്ചത് ഒരു പെഗ്ഗാണ്. കുറച്ചളവ് കൂടി കാണും. നമ്മൾ ഉച്ചയ്ക്ക് നോക്കുമ്പോഴും ഈ ഹർമോണിയപ്പെട്ടി തുറന്നു വെച്ച് അടിക്കുകയാണ്. പക്ഷേ പുള്ളി പറയുന്നത് അതിൽ മമ്മൂട്ടിക്ക് എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. മദ്യപിച്ചതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും മദ്യപന്മാരാണ്. സെറ്റിൽ മണമടിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതൊക്കെ ചുമ്മയാണ് തിലകൻ ചേട്ടൻ പറയുന്നത്. ഞാൻ മറ്റുള്ളതിലൊക്കെ പറയുമ്പോൾ പൊങ്ങനെന്ന് വിചാരിക്കരുത് ചേട്ടാ. ആ സെറ്റിൽ ഞാനെങ്കിലും ഇല്ലേ ചേട്ടാ മദ്യപിക്കാത്തത്. എല്ലാവരും മദ്യപന്മാരാണെന്ന് അങ്ങനെ ബ്രാൻഡ് ചെയ്യരുത്. പിന്നെ മമ്മൂട്ടിക്ക് ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ചോദിക്കാൻ തെളിവില്ല. എനിക്ക് മമ്മൂട്ടിയോട് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ മമ്മൂക്ക മദ്യപിക്കുമെന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് മദ്യം വിൽക്കാൻ. അപ്പോൾ ഞാനത് വാങ്ങും, കഴിക്കും. സെറ്റി കഴിക്കുന്നതിലാണ് മമ്മൂക്ക ഉടക്കിയിട്ടുള്ളത്. വർഷങ്ങളോളം KPSC ലളിതമായി മിണ്ടത്തില്ലായിരുന്നു അല്ലേ? എന്നിട്ടും ഒരുമിച്ച് അഭിനയിക്കുന്നതിൻ്റെ ആ കെമിസ്ട്രി എന്താണ്? സിനിമയിൽ എൻ്റെ പെങ്ങളായിട്ടോ അമ്മയായിട്ടോ അഭിനയിക്കാൻ കഴിവുള്ള നടി ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലളിതയാണെന്നേ പറയാൻ പറ്റൂ. അന്ന് ചേച്ചിയായാലും കുഴപ്പമില്ല, അന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. KPSCയിൽ ഞാൻ ലളിതയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഉടക്കാൻ എന്താണ് കാരണം? പല കാരണങ്ങൾ കൊണ്ടും ഉടക്കിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടക്കും. 5 വർഷം മിണ്ടാതിരുന്നിട്ടുണ്ട്. ശ്രീവിദ്യയാണ് ഉടക്ക് മാറ്റിയത്. 5 വർഷത്തിൽ 3 പ്രാവശ്യം എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയായിട്ട്. സത്യം പറഞ്ഞാൽ
ലളിത ചേച്ചിയാണ് തിലകൻ ചേട്ടനോട് മിണ്ടാതാവുന്നത്. അല്ലാതെ തിലകൻ ചേട്ടൻ ലളിത ചേച്ചിയോടല്ല മിണ്ടാതാവുന്നത്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുമ്പോൾ ലളിത ചേച്ചിയാണ് ഉടക്കുന്നത്, എന്നിട്ട് പിണങ്ങും. അമ്മ ജഗതി ശ്രീകുമാർ, സുകുമാരൻ എന്നിവർക്ക് എതിരായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് ഇവർ കമ്മിറ്റി അംഗങ്ങളാണിപ്പോൾ. എന്നിട്ടും ശക്തമായ ഇടപെടലുകൾ അവർ നടത്താത്തത് എന്താ എന്ന് ചോദിച്ചു. അത് കമ്മിറ്റി വിലക്കിയിട്ടുണ്ടാവും. ഇന്ദ്രജിത്തും പൃഥ്വിരാജും വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന നടന്മാരാണ്. അവർ കാല് കുത്തിയിട്ടല്ലേ ഉള്ളൂ. അവർ വരുന്നതിനെ സൂപ്പർ താരങ്ങൾ എതിർത്തിട്ടില്ല. അതെന്താണെന്തോ അതിൽ മാത്രം അവരങ്ങ് വിട്ടു. ഞാൻ അനുകൂലിച്ചിട്ടുണ്ട്. പുതിയ മുഖങ്ങൾ വരട്ടെ, സിനിമ നന്നാകട്ടെ. ഇപ്പോൾ പൃഥ്വിരാജിനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. കൂകി തോൽപ്പിക്കാൻ നോക്കി, പക്ഷേ അത് വിനയായിട്ട് വന്നു അവർക്ക്. ഇനി ജനം തീരുമാനിച്ച ഫാൻസ് അസോസിയേഷന് തിയേറ്ററിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വരും. മുൻപ് താങ്കളെ നാടക സമിതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടല്ലേ? ഉണ്ട്. നിരുപദ്രവകാരികളായിട്ടുള്ളവരെ മതി നാടക ട്രൂപ്പിലെന്ന്, അല്ലെങ്കിൽ KPAC-യിലെന്ന് ദേവരാജൻ തീരുമാനിച്ചു. സംഗീത സംവിധായകൻ ദേവരാജനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അനാവശ്യമായി ചോദ്യം ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളോട് എനിക്ക് സ്നേഹമുണ്ട്. അത് താങ്കളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, താങ്കളുടെ സംഗീതം കേട്ടിട്ട് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് എനിക്കത്ര അടുപ്പമില്ല. അന്ന് പുറത്താക്കാൻ കാരണം ഈ പ്രശ്നമാണോ? അതെനിക്കറിയില്ല. അതിനിടയ്ക്ക് ഒരു ലവ് അഫെയറിൻ്റെ കാര്യം വന്നിരുന്നു. അതിൽ അഭിനയിച്ച, അതായത് KPAC-യുടെ നാടകത്തിൽ അഭിനയിച്ച ഒരു നടിയെ ഞാൻ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അന്നെനിക്ക് വേറൊരു ഭാര്യയുണ്ട്. മാധവൻ മീറ്റിംഗ് വെച്ചിട്ട് പറഞ്ഞു, നാടക ജീവിതത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്ന്. ശരിയായിരുന്നോ കാര്യം? ശരിയാണ്. അവർ എൻ്റെ ഭാര്യയാണ് ഇപ്പോൾ. അന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. മാധവനെ KPAC-യിൽ നിന്ന് മാധവനെ മാറ്റിയാൻ കാരണവും പ്രേമമായിരുന്നു. വിജയകുമാരിയെ മാധവൻ പ്രേമിച്ച് കിട്ടിയതാണ്. ഇപ്പോൾ മാധവേട്ടനും ഇല്ല, തിലകൻ ചേട്ടനും ഇല്ല. എന്നാലും പറയട്ടെ, 100% പച്ചക്കള്ളമാണ് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി തിലകൻ ചേട്ടൻ പറഞ്ഞത്. ബാലതാരമായി KPAC-യിൽ വന്നതാണ് വിജയകുമാരി. അവർ വളർന്ന് വലുതായി KPAC നാടകങ്ങളിലെ നായികയായി. കെട്ടുപ്രായം കഴിഞ്ഞ മാധവനെ വിവാഹം കഴിപ്പിക്കണമെന്ന് KPAC-യിലെ സുഹൃത്തുക്കൾ തീരുമാനിക്കുന്നു. പുറത്തെന്തിന് അന്വേഷണം? ഇവിടെ ഒരു കൊച്ചുണ്ടല്ലോ, നമുക്ക് അവളെ ആലോചിക്കാം എന്നായി നാടക സമിതിക്കാർ. അത് എനിക്ക് തോന്നുന്നു ഈ പോറ്റി സാറൊക്കെയാണ് ചെയ്തത്. നമുക്ക് പുറത്തുനിന്ന് അന്വേഷിക്കേണ്ടതേ, നമ്മളിവിടെ തന്നെ ഒരു കൊച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞു. വിജയകുമാരിയുടെ വീട്ടുകാരെ കണ്ട് KPAC സംസാരിക്കുന്നു, വിവാഹം ഉറപ്പിക്കുന്നു, കെട്ടിക്കുന്നു. KPAC-യിൽ നിന്ന് മാധവനെ മാറ്റാൻ കാരണം ഒരു ഉത്തരേന്ത്യൻ നാടക പര്യടനവും അവിടെ നടന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങളും പകരം കളിച്ച ഒരു നാടക അവതരണവും ഒക്കെ ചേർന്നതാണ്. ഇക്കാര്യം KPAC-യുടെ പഴയ മിനിറ്റ്സ് നോക്കിയാൽ അറിയാനാവും. പതിവായി നാടകങ്ങൾക്ക് പാട്ടെഴുതുന്ന ONV-യെ ഒരു നാടകത്തിൽ നിന്ന് മാറ്റി നിർത്തി വയലാറിനെ കൊണ്ട് പാട്ടെഴുതിക്കാം എന്ന് KPAC തീരുമാനിച്ചു. ആ നാടകമാണ് അശ്വമേധം. ഇക്കാരണത്തിലാണ് KPAC-യുമായി ONV പിണങ്ങുന്നത്. മാധവനോടൊപ്പം കാളിദാസ കലാകേന്ദ്രം ഉണ്ടാക്കാനായി ഇറങ്ങിത്തിരിച്ചു. ഇതെല്ലാം അറിയാമെങ്കിലും തിലകൻ അജന്താലയത്തിനോട് കളവാണ് പറഞ്ഞത്. മാധവൻ വിജയകുമാരിയെ പ്രേമിച്ചതുകൊണ്ടാണ് KPAC-ന്ന് പുറത്താക്കിയത്. KPAC കല്യാണം നടത്തി കൊടുത്തു. വർഷങ്ങളോളം നാടകങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് മാധവേട്ടൻ ONV-യുമായിട്ട് KPAC-ന്ന് പിരിയുന്നത്. ഇങ്ങനത്തെ നട്ടാക്കുരുക്കാത്ത ഒരുപാട് തോന്നലുകളും കള്ളങ്ങളും തിലകൻ ചേട്ടൻ പറയും. പ്രേമിക്കുന്നത് കുറ്റമാണോ? അങ്ങനെ ആണ് എന്നെ പുറത്താക്കിയത്. 4 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. അന്ന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് ഇവിടെ അടുത്തതിൻ്റെ പ്രേമം. അന്ന് ഒരു ദിവസം കുമാരൻ എന്ന നടൻ എൻ്റെ വീട്ടിൽ വന്നു. പുള്ളിയുടെ പരാതിയും കൂടിയാണ് എന്നെ പിരിച്ചുവിടാൻ കാരണമായത്. കുമാരൻ ദേവരാജൻ്റെയും വക്കം ചന്ദ്രശേഖരൻ നായരുടെയും മാധവൻ്റെയും അടുത്ത് ചെന്ന് പറഞ്ഞു,
തിലകനെ തിരിച്ചു വിളിക്കണമെന്ന്. പട്ടിണി കിടന്നിട്ടുണ്ടോ? ഉണ്ട്, ആരെയും അറിയിച്ചിട്ടില്ല. ഇത് കേൾക്കൂ, കാരണം ഇടയിൽ കയറി തോക്കി കയറി വെടിവെക്കില്ലെന്ന് പറയും പോലെ നിങ്ങൾ അതിനിടയിൽ വേറെ ചോദ്യം ചോദിക്കേണ്ടെന്നാണ്. ഇത് കേൾക്കൂ, തിരിച്ചു വിളിക്കണമെന്ന് പറയുന്ന നിങ്ങളല്ലേ പരാതി പറഞ്ഞിരിക്കുന്നത് എന്ന് അവർ കുമാരനോട് ചോദിച്ചു. ശരി, ഞാൻ ആ പരാതി പിൻവലിക്കുന്നുവെന്ന് കുമാരൻ പറഞ്ഞു. എനിക്ക് പകരം വന്ന വിജയൻ പറഞ്ഞു, ഞാനായിട്ട് അത് ചെയ്തിട്ട് ശരിയാകുന്നില്ല, ചേട്ടൻ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അഭിനയിച്ചു. അപ്പോൾ ആ നടിയെ പിരിച്ചുവിട്ടത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് ഈ പ്രേമിച്ചത്. പിന്നെയാണ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായത്. ഒരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന്. ശരിയാണോ? കറുത്ത മുഖവും ചിരട്ടയിലിട്ട് പറണ്ടു വന്ന ശബ്ദവും പേരിൻ്റെ കൂടെ തിലകൻ എന്നുകൂടി ചേർത്താൽ കേരളത്തിൽ ആർക്കും ഞാൻ തിലകൻ്റെ മകനാണ് എന്ന് പറയാനാകും. ഞങ്ങളാരും തിലകൻ്റെ മകനാണെന്ന് പറയുന്ന ഒരു തെളിവുമില്ല ചേട്ടാ എന്ന് തിലകൻ ചേട്ടൻ്റെ ഒരു മോൻ എന്നോട് തുറന്നു പറഞ്ഞിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അവൻ തള്ളിപ്പറയും. ഇപ്പോൾ അവൻ തിലകൻ്റെ മൊത്തം ഹോട്ട്സെയിലും കൊണ്ട് നടക്കുക. എൻ്റെ കൂടെ പറഞ്ഞാൽ ചേട്ടാ ചിരട്ടയിലിട്ട് പറഞ്ഞ പോലത്തെ ശബ്ദവും കറുത്ത നിറവുമുള്ള ഒരുത്തൻ അവൻ്റെ പേരിൻ്റെ കൂടെ തിലകൻ നിട്ടാൽ ഞങ്ങൾക്ക് തർക്കിക്കാൻ ഒക്കില്ല. കാരണം ഞങ്ങളുടെ അമ്മമാരെ ഒന്നും ഒഫീഷ്യലായിട്ട് തന്തപ്പടി കെട്ടിയിരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞ ആളുണ്ട്, ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഇവരെയും കഴിച്ചിട്ടില്ല, അത് രണ്ടാമത് കെട്ടിയതിനെയും കഴിച്ചിട്ടില്ല. അവരെ എൻ്റെ കൂടെ താമസിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അവർ പ്രസവിച്ച കുട്ടിയാണ് ഇപ്പോൾ ഇതുവഴി കടന്നുപോയ ഡോക്ടർ. ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറകെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൾ നടന്നുപോയി. അപ്പോൾ അദ്ദേഹം പറയാണ്, അവർ പ്രസവിച്ച കുട്ടിയാണ് ഇപ്പോൾ ഇതുവഴി പോയ ഡോക്ടർ. അനേകം ഭാര്യമാരുണ്ടെന്ന് പരാതിയുണ്ടല്ലോ. അതില്ലാത്ത ഒരാളെ പറഞ്ഞു തരാൻ പറ്റുമോ സിനിമാ ജീവിതത്തിൽ? എന്തു ബാലിശമായ ഉത്തരവെന്ന് ആലോചിച്ച് നോക്കി. സിനിമയിലുള്ളവന്മാരെല്ലാം വഴിയ പണതിനെയൊക്കെ കെട്ടിക്കൊണ്ട് നടക്കണമെന്നാണ് പുള്ളി പറയുന്നത്. അതില്ലാത്ത ഒരാളെ പറഞ്ഞു തരാൻ പറ്റുമോ സിനിമാ ജീവിതത്തിൽ? പിന്നെ ചിന്ന വീട്ടിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് രക്ഷിച്ചിട്ടുണ്ട് ഒരു ഗംഭീര നടനെ ഞാൻ. എനിക്ക് അനേകം ഭാര്യമാരില്ല, 2 പേരേ ഉള്ളൂ. ആദ്യത്തേനെ ഞാൻ പറഞ്ഞു വിട്ടു, മനസ്സിലായ? ആദ്യത്തെ 3 ആൺമക്കളുള്ള ഭാര്യയെ ഞാൻ പറഞ്ഞു വിട്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതും പച്ചക്കള്ളമാണ്. പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആദ്യം എൻ്റെ അമ്മാവൻ്റെ മോളെ. എനിക്ക് ജോലിയില്ല എന്ന ഒറ്റ കാരണത്താൽ എനിക്ക് കെട്ടിച്ചു തന്നില്ല. ഇപ്പോൾ അതിൽ വിഷമിക്കുന്നു അവർ. മുൻവിധിയാണല്ലോ കുഴപ്പങ്ങൾക്ക് കാരണം. എനിക്ക് പറയാനുള്ളത്, മനസ്സമാധാനമാണ് ജീവിതത്തിൽ വലുത് എങ്കിൽ ആ മാമൻ്റെ മകൾ അല്ലെങ്കിൽ മുറപ്പെണ്ണ് സന്തോഷമായി സമാധാനമായി ജീവിക്കാകാം. ഇപ്പോൾ അത് ഉറപ്പാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വന്നിരുന്നെങ്കിൽ സന്തോഷവും കിട്ടില്ല, സമാധാനവും കിട്ടില്ല. ജീവിതത്തിൽ അനേക സ്ത്രീകൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അല്ലാത്തവർ ആരാണുള്ളത്? കേരളത്തിലെ എല്ലാവർക്കും വരികയും പോവുകയും ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങൾ കൂടെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഭയങ്കര മുൻകോപിയാണോ? മുൻകോപമുണ്ട്, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അങ്ങനെ ഹൃദയമുള്ള മനുഷ്യനായിട്ടും അമ്മയോട് എത്രയോ വർഷം മിണ്ടാതിരുന്നില്ലേ? സ്വന്തം അമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലാണ് മിണ്ടാതിരിക്കുന്നത്. 40 വർഷത്തോളം അമ്മയോട് മിണ്ടാതിരുന്നു. അവസാനം അമ്മയെ ഞാനാണ് രക്ഷിച്ചത്. ആ മകൻ ക്രൂരനല്ലേ? ക്രൂരനാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മ ക്രൂരയാണെന്ന് പറയില്ലല്ലോ ആരും. അമ്മ മക്കളെ കൊന്നിട്ടില്ലേ ഇവിടെ? ഓരോ അബോർഷനും കൊലപാതകമല്ലേ? പിന്നെ അമ്മ എങ്ങനെ ക്രൂരയല്ലാതാവും? ഞാൻ നാടകത്തിലിറങ്ങി എന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ ആഹാരം നിഷേധിച്ചു. ഞാൻ വീട്ടിൽ പട്ടിണിയിരിക്കുമ്പോൾ എൻ്റെ പെങ്ങന്മാരും അനിയനും മൃഷ്ടാന്ന ഭോജനം കഴിക്കുകയായിരുന്നു. ഒരിക്കൽ തിരുവോണത്തിന് ഇലയിട്ടപ്പോൾ ഒരില കുറച്ചാണ് ഇട്ടത്. അന്ന് അമ്മയുടെ താലി തലയണക്കീഴിൽ നിന്നെടുത്ത് വിറ്റ് ഞാൻ കള്ളു കുടിച്ചു. മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ അന്ന് കള്ളു കുടിച്ചത്. നാടകത്തിൽ അഭിനയിച്ചതുകൊണ്ടാണ് ഞാൻ നാടകം കൊണ്ടല്ലേ ജീവിക്കുന്നത്. ഞാൻ നാടകങ്ങളിൽ അഭിനയിച്ചതുകൊണ്ടല്ലേ ഇന്ന് ഞാൻ ദൂരദർശൻ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്, വെള്ളിയാഴ്ചയും ഇരിക്കുന്നത്. ഇതുവരെയുള്ള ചേട്ടൻ്റെ ഇൻ്റർവ്യൂ അവിടെ വരെ വച്ചിട്ട് ഞാൻ ബാക്കി നമ്മുടെ സ്വകാര്യമായി പറയുകയാണ്. വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും കൊണ്ട് തിലകൻ ചേട്ടൻ്റെ
അജിത് കുമാറുമായുള്ള അഭിമുഖം തീർക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ തീരില്ല. വിചാരിച്ചതിനേക്കാളും ഞാനും കൂടി ഇടയ്ക്ക് കയറി വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്, തീരില്ല. ഇത് തന്നെ ഇപ്പോൾ 50 മിനിറ്റോ 48 മിനിറ്റോ ഒക്കെ ഉണ്ട് 2 എപ്പിസോഡ് ആയപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവർ യൂട്യൂബ് തന്നിരിക്കുന്ന നിയമം അനുസരിച്ച് 22 മിനിറ്റാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ എന്നിട്ടും വയലേറ്റ് ചെയ്താണ് ഇപ്പോൾ നീട്ടിയിട്ട് വീണ്ടും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തിലകൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ മൊത്തം തീരില്ല. അടുത്ത വെള്ളിയാഴ്ചയും കൂടി പറയണം, എങ്കിലേ തീരൂ. ബാക്കി അപ്പം പറയാം. ലോകപ്രശസ്ത സംവിധായകൻ സ്പിൽബർഗ് വീട്ടിൽ കാണാൻ വന്നു എന്ന് പറഞ്ഞതടക്കം തിലകൻ ചേട്ടൻ പറയുന്ന ഒരുപാട് രസകരമായ കാഴ്ചകൾ വെള്ളിയാഴ്ച പറയാം. തിലകൻ ഒരു പാഠപുസ്തകമാണ്. ശരികളേക്കാൾ കൂടുതൽ തെറ്റുകളും ജീവിതത്തിൽ കൊണ്ടു നടന്ന, പകരം വയ്ക്കാനില്ലാത്ത അഭിനയം ക്യാമറയ്ക്ക് മുന്നിൽ തന്ന മഹാനായ മനുഷ്യൻ്റെ കഥ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ ഒരു കട്ടുമില്ലാതെ മുഴുവനും പറയുന്നത്. ഇതിൻ്റെ 3-ാം ഭാഗം വെള്ളിയാഴ്ച കാണാം. വെള്ളിയാഴ്ചയല്ല, ഇതിപ്പോൾ വെള്ളിയാഴ്ച വന്നു, ബുധനാഴ്ച വന്നു, അടുത്ത വെള്ളിയാഴ്ച കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.